1914 ലോകം ഒന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലം. പക്ഷേ ഭൂമിയുടെ മറുവശത്ത് മനുഷ്യൻ ഇതുവരെ കീഴടക്കാത്ത ഒരു വലിയ വെള്ളപ്പരപ്പും മഞ്ഞുമലകളും കാത്തുനിന്നിരുന്നു. അന്റാർട്ടിക്ക. അവിടെ എത്തുന്ന ഒരാൾക്ക് മുമ്പിൽ മനുഷ്യ സഹായമില്ല, റോഡുകളില്ല, വീടുകളില്ല. അവിടെ ഒരു തെറ്റ് സംഭവിച്ചാൽ തിരികെ വരാനുള്ള സാധ്യത പോലുമില്ല. അത്തരമൊരു സ്ഥലത്തേക്ക് 28 മനുഷ്യരുമായി ഒരു കപ്പൽ പുറപ്പെട്ടു. കപ്പലിൻ്റെ പേര് എൻഡ്യൂറൻസ്. അവരുടെ നേതാവ് സർ എർണസ്റ്റ് ഷാക്ലെട്ടൺ. അവരുടെ ലക്ഷ്യം അന്റാർട്ടിക്ക ഭൂഖണ്ഡം മുഴുവൻ കാൽനടയായി കടന്നു പോവുക. പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവരുടെ യഥാർത്ഥ യാത്ര തുടങ്ങിയത് അന്റാർട്ടിക്കയിൽ എത്തിയ ശേഷമല്ലെന്ന്. അത് തുടങ്ങാൻ പോകുന്നത് അവരുടെ കപ്പൽ മഞ്ഞിൽ കുടുങ്ങിയ നിമിഷം മുതലായിരുന്നു. ഷാക്ലെട്ടൺ ഒരു സാധാരണ പര്യവേഷകനായിരുന്നില്ല. അന്റാർട്ടിക്കയിലേക്ക് മുമ്പും യാത്ര ചെയ്തിട്ടുള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. അന്ന് ഭൂമിയുടെ തെക്കേ അറ്റം മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ സാഹസിക സ്വപ്നങ്ങളിലൊന്നായിരുന്നു. ഷാക്ലെട്ടൺ ആലോചിച്ചു, ഇനി ബാക്കിയുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? മുഴുവൻ അന്റാർട്ടിക് കോണ്ടിനെന്റും കടന്നു പോവുക, വെഡൽ സീ മുതൽ റോസ് സീ വരെ. ഏകദേശം 2900 കിലോമീറ്ററോളം വരുന്ന ഒരു യാത്ര. അതിനായി അദ്ദേഹം ഒരു പ്രത്യേക കപ്പൽ തിരഞ്ഞെടുത്തു. എൻഡ്യൂറൻസ്, മരത്തിൽ നിർമ്മിച്ച ശക്തമായ ഹള്ളുള്ള കപ്പൽ. അതിനൊപ്പം നായ്ക്കളും ഭക്ഷണവും സ്ലെഡ്ജുകളും ശാസ്ത്രീയ ഉപകരണങ്ങളും എല്ലാം തയ്യാറായി. 1914 അവർ യാത്ര തിരിച്ചു. അവർ കരുതിയത് കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ചരിത്രം സൃഷ്ടിച്ച് തിരിച്ചെത്താമെന്നാണ്. പക്ഷേ ചരിത്രം അവർ കരുതിയതിലും വ്യത്യസ്തമായിരുന്നു. 1914 ഡിസംബറിൽ എൻഡ്യൂറൻസ് സൗത്ത് ജോർജിയയിൽ നിന്ന് പുറപ്പെട്ടു. അവരുടെ ലക്ഷ്യം വെഡൽ സീ കടന്ന് അന്റാർട്ടിക് തീരത്തെത്തുക. പക്ഷേ അവർ തെക്കോട്ട് നീങ്ങുന്തോറും കടൽ മാറി, വെള്ളം കുറയുന്നു, മഞ്ഞു കൂടുന്നു, ചുറ്റും വെളുത്ത ലോകം മാത്രം. അവസാനം 1915 ജനുവരി 19 എൻഡ്യൂറൻസ് മഞ്ഞിൽ കുടുങ്ങി. ആദ്യം അത് വലിയ പ്രശ്നമായി തോന്നിയില്ല. ഷാക്ലെട്ടൺ കരുതി മഞ്ഞു മാറിയാൽ കപ്പൽ വീണ്ടും സഞ്ചരിക്കും. പക്ഷേ മഞ്ഞ് മാറിയില്ല. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. കപ്പൽ മുന്നോട്ട് പോകുന്നില്ല. പകരം മഞ്ഞിൻ്റെ വലിയ പാളികളോടൊപ്പം കപ്പലും പതുക്കെ ഒഴുകിക്കൊണ്ടിരുന്നു. അവർ യാത്ര ചെയ്യുകയല്ലായിരുന്നു, അവർ മഞ്ഞിനൊപ്പം ഒഴുകുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ശീതകാലമെത്തി. താപനില താഴേക്ക് പോയി. പകൽ വെളിച്ചം കുറഞ്ഞു. അവരുടെ ലോകം എൻഡ്യൂറൻസ് എന്ന കപ്പലിൻ്റെ ചുറ്റുപാടുകളിലേക്ക് ചുരുങ്ങി. എങ്കിലും ഷാക്ലെട്ടൺ മനുഷ്യരുടെ മനസ്സ് തകരാൻ അനുവദിച്ചില്ല. ജോലികൾ നൽകി, കളികൾ സംഘടിപ്പിച്ചു, നായ്ക്കളെ പരിപാലിക്കാൻ ആളുകളെ നിയോഗിച്ചു, കൂട്ടമായി ഭക്ഷണം കഴിച്ചു. കാരണം ഷാക്ലെട്ടൺ മനസ്സിലാക്കിയിരുന്നു, മഞ്ഞ് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തോൽപ്പിക്കും. എന്നാൽ പുറത്തുള്ള മഞ്ഞ് കൂടുതൽ ശക്തമാവുകയായിരുന്നു. ഒരു ദിവസം കപ്പലിൻ്റെ മരഭിത്തികൾ വലിയ സമ്മർദ്ദത്തിൽ ഞരങ്ങാൻ തുടങ്ങി. മഞ്ഞ് കപ്പലിനെ 2 വശത്തു നിന്നും ഞെരുക്കുകയായിരുന്നു. കപ്പലിൻ്റെ അടിഭാഗം സമ്മർദ്ദത്തിൽ വളയാൻ തുടങ്ങി. അകത്ത് വെള്ളം കയറാൻ തുടങ്ങി. ഷാക്ലെട്ടൺ മനസ്സിലാക്കി, എൻഡ്യൂറൻസ് ഇനി സുരക്ഷിതമല്ല. 1915 ഒക്ടോബർ 27 അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. എൻഡ്യൂറൻസ് ഉപേക്ഷിക്കണം. 28 മനുഷ്യരും കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവർ കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രമെടുത്തു. പിന്നെ അവർ തിരിഞ്ഞു നോക്കി. ഒരിക്കൽ അവരുടെ വീടായിരുന്ന എൻഡ്യൂറൻസ് മഞ്ഞിനിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. മഞ്ഞിൻ്റെ സമ്മർദ്ദം കൂടിക്കൊണ്ടിരുന്നു. അവസാനം 1915 നവംബർ 21 എൻഡ്യൂറൻസ് പതുക്കെ മഞ്ഞിനടിയിലേക്ക് താഴ്ന്നു. അന്റാർട്ടിക്കൻ കടലിൻ്റെ ഇരുണ്ട അടിത്തട്ടിലേക്ക് അവരുടെ കപ്പൽ അപ്രത്യക്ഷമായി. 28 മനുഷ്യർ ഇനിയൊരു കപ്പലുമില്ലാതെ, കരയുമില്ലാതെ, രക്ഷാപ്രവർത്തകരുമില്ലാതെ മഞ്ഞിൻ്റെ നടുവിൽ. അവർ ടെൻറ്റുകൾ സ്ഥാപിച്ചു. അവരുടെ പുതിയ വീട്. പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് മഞ്ഞു മാത്രം. അവർക്കറിയാമായിരുന്നു അവിടെ അധിക നാൾ തുടരാൻ കഴിയില്ല. എങ്കിലും അവർ കാത്തിരുന്നു, മഞ്ഞ് പൊട്ടിത്തുടങ്ങുന്നതുവരെ. അവരുടെ കൈവശം 3 ചെറിയ ബോട്ടുകളുണ്ടായിരുന്നു. കടൽ തുറന്നാൽ അതിലൂടെ രക്ഷപ്പെടുക. ഒടുവിൽ 1916 ഏപ്രിലിൽ മഞ്ഞ് പൊട്ടിത്തുടങ്ങി. പക്ഷേ അത് രക്ഷപ്പെടലിൻ്റെ തുടക്കമായിരുന്നില്ല. അതായിരുന്നു അവരുടെ ഏറ്റവും അപകടകരമായ യാത്രയുടെ തുടക്കം. അങ്ങനെ അവർ 3 ചെറിയ ബോട്ടുകൾ കടലിലേക്ക് ഇറക്കി. ചുറ്റും മഞ്ഞുമലകൾ, വലിയ തിരമാലകൾ, തണുത്ത വെള്ളം. അവർ ദിവസങ്ങളോളം പോരാടി. ഒടുവിൽ 1916 ഏപ്രിൽ 17
അവർ ഒരു ദ്വീപിലെത്തി, എലഫൻ്റ് ഐലൻഡ്. കര കണ്ടപ്പോൾ അവർ വളരെ സന്തോഷിച്ചു. പക്ഷേ ഷാക്ലെറ്റൺ ഉടൻ തന്നെ ഒരു സത്യം മനസ്സിലാക്കി. ഇത് രക്ഷപ്പെടാനുള്ള സ്ഥലമല്ല. ഇത് ലോകത്തിൻ്റെ ഭൂപടത്തിൽ പോലും വളരെ അകലെയുള്ള ആളൊഴിഞ്ഞൊരു ദ്വീപാണ്. അവരെ കണ്ടെത്താൻ ആരും വരില്ല. അവർക്ക് സന്ദേശം അയക്കാൻ കഴിയില്ല. റേഡിയോ സഹായമില്ല. കപ്പലില്ല. അവിടെ കാത്തിരുന്നാൽ ഒരുപക്ഷെ ആരും ഒരിക്കലും അവരെ കണ്ടെത്തുകയില്ല. ഷാക്ലെറ്റൺ ഒരു തീരുമാനമെടുത്തു. അവൻ ഏറ്റവും അപകടകരമായ വഴി തിരഞ്ഞെടുത്തു. സഹായം തേടി സ്വയം പോവുക. സൗത്ത് ജോർജിയ. അവിടെ വെയിലിംഗ് സ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. അവിടെ മനുഷ്യരുമുണ്ടായിരുന്നു. അവിടെ സഹായം കിട്ടാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എലഫൻ്റ് ഐലൻഡ് മുതൽ സൗത്ത് ജോർജിയ വരെ ഏകദേശം 800 മൈൽ. ഒരു വലിയ കപ്പലിൽ പോലും അപകടകരമായ ദൂരം. പക്ഷേ ഷാക്ലെറ്റൺ പോകാൻ തീരുമാനിച്ചത് അവരുടെ കയ്യിലുണ്ടായിരുന്ന 22 അടി നീളമുള്ള ജെയിംസ് കെയ്ഡ് എന്ന ചെറിയ തുറന്ന ബോട്ടിലാണ്. അയാൾക്കൊപ്പം 5 പേരുമുണ്ടായിരുന്നു. അങ്ങനെ 6 മനുഷ്യർ, ഒരു ചെറിയ ബോട്ട്. അവരുടെ മുമ്പിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കടലുകളിലൊന്ന്. അവർ യാത്ര ആരംഭിച്ചു. എലഫൻ്റ് ഐലൻഡിൽ ബാക്കിയുള്ള 22 പേർ അവരെ നോക്കി നിന്നു. ഷാക്ലെറ്റൺ അകന്നു പോകുമ്പോൾ അവർക്കെല്ലാം ഒരു ചോദ്യം മാത്രം: അവർ ഇനി തിരിച്ചു വരുമോ? ബോട്ട് മുന്നോട്ട് നീങ്ങി. പക്ഷേ കടൽ അവരെ അനുവദിച്ചില്ല. വലിയ തിരമാലകൾ, കൊടുങ്കാറ്റ്, മഞ്ഞുവെള്ളം. ആ ചെറിയ ബോട്ട് ഓരോ തിരമാലയിലും മുകളിലേക്കും താഴേക്കും എറിയപ്പെട്ടു. അവർക്കുറങ്ങാൻ പോലും കഴിഞ്ഞില്ല. വസ്ത്രങ്ങൾ നനഞ്ഞു, ശരീരം തണുത്തു. ഭക്ഷണം പരിമിതം, വെള്ളം പരിമിതം. എന്നാൽ ഏറ്റവും വലിയ പ്രശ്നം മറ്റൊന്നായിരുന്നു. അവർ എവിടെയാണെന്ന് കൃത്യമായി അറിയില്ല. അവരുടെ നാവിഗേറ്റർ ഫ്രാങ്ക് വോസ്ലി എന്ന ആളായിരുന്നു. അയാളുടെ കയ്യിൽ കുറച്ച് ഉപകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിലെ കോമ്പസും കടലിൻ്റെ ചലനവും ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ ദിശയുമെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം ബോട്ടിൻ്റെ സ്ഥാനം കണക്കാക്കി. ഒരു ചെറിയ തെറ്റ് പോലും അവരെ സൗത്ത് ജോർജിയയിൽ നിന്ന് 100 കണക്കിന് മൈൽ അകറ്റിയേക്കാം. അങ്ങനെ ദിവസങ്ങൾ കടന്നു. ഒടുവിൽ ദൂരെയായി ഒരു കര പ്രത്യക്ഷപ്പെട്ടു. സൗത്ത് ജോർജിയ. അവർ രക്ഷപ്പെട്ടു എന്ന് കരുതി. പക്ഷേ അവരുടെ ദുരിതം ഇനിയും അവസാനിച്ചിരുന്നില്ല. 1916 മെയ്യിൽ അവരുടെ ബോട്ട് സൗത്ത് ജോർജിയയിലെത്തി. പക്ഷേ അവർ ഇറങ്ങിയ ഭാഗം ആൾതാമസമില്ലാത്ത ഭാഗമായിരുന്നു. അവരുടെ ലക്ഷ്യം മറുവശത്തെ വെയിലിംഗ് സ്റ്റേഷനായിരുന്നു. അവിടെ എത്തണമെങ്കിൽ ദ്വീപിൻ്റെ മലനിരകൾ കടക്കണം. അവർക്ക് കൃത്യമായ ഭൂപടമില്ല. പർവ്വതങ്ങൾ, മഞ്ഞുമലകൾ. അവർക്ക് ആവശ്യമായ ഭക്ഷണവും ഫ്യുവലും വളരെ കുറവ്. എങ്കിലും ഷാക്ലെറ്റൺ തീരുമാനിച്ചു, നമ്മൾ നടക്കണം. അയാൾക്കൊപ്പം ഫ്രാങ്ക് വോസ്ലി, ടോം ക്രീൻ എന്നിവർ മാത്രം. അവർ 3 പേരും പുറപ്പെട്ടു. അവർ മഞ്ഞിലൂടെ നടന്നുകൊണ്ടേയിരുന്നു. പാറകളിലൂടെ, മലമുകളിലൂടെ, താഴ്വരകളിലൂടെ, ഉറക്കം പോലുമില്ലാതെ. അവരുടെ കൈവശം വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം. ഒരു ചെറിയ സ്റ്റൗവ്, കുറച്ച് ഭക്ഷണം, കയറ്, ഐസ് ആക്സ്, കോമ്പസ് എന്നിവ മാത്രം. അവർക്കറിയില്ലായിരുന്നു മുമ്പിൽ എന്താണെന്ന്. ഒരു ഘട്ടത്തിൽ അവർ ഒരു അപകടകരമായ മഞ്ഞുമലക്കരികിലെത്തി. തിരികെ പോകാൻ കഴിയില്ല. മുന്നോട്ട് പോകണം. അവർ താഴേക്ക് നീങ്ങി. അവസാനം ദൂരെയായി എന്തോ കേട്ടു. ഒരു ശബ്ദം. ആദ്യം അത് കാറ്റാണെന്ന് തോന്നി. പക്ഷേ അത് കാറ്റായിരുന്നില്ല. അത് വെയിലിംഗ് സ്റ്റേഷൻ്റെ വിസിലായിരുന്നു. ഷാക്ലെറ്റൺ നിശ്ചലമായി നിന്നു. 40 ദിവസത്തോളം നീണ്ട ദുരിതങ്ങൾക്ക് ശേഷം അവർ മനുഷ്യരുടെ ശബ്ദം കേൾക്കുകയായിരുന്നു. അവർ മുന്നോട്ടോടി. അവരുടെ മുമ്പിൽ വെയിലിംഗ് സ്റ്റേഷൻ വ്യക്തമായിക്കൊണ്ടിരുന്നു. അവരുടെ മുടി വളർന്നിരിക്കുന്നു. വസ്ത്രങ്ങൾ കീറിയിരിക്കുന്നു. മുഖത്ത് ക്ഷീണം. അവർ 3 പേരും മനുഷ്യരെക്കാൾ മഞ്ഞിൽ നിന്ന് പുറത്തു വന്ന നിഴലുകളെപ്പോലെയായിരുന്നു. അവരുടെ അവസ്ഥ കണ്ടപ്പോൾ അവിടെയുള്ള ആളുകൾ പോലും ഞെട്ടി. ഷാക്ലെറ്റൺ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ ഏർണസ്റ്റ് ഷാക്ലെറ്റൺ. അവർ ആദ്യം വിശ്വസിച്ചില്ല. കാരണം ലോകം കരുതിയിരുന്നത് ഷാക്ലെറ്റോണിൻ്റെ എക്സ്പെഡീഷൻ നശിച്ചു പോയെന്നാണ്. പക്ഷേ അവൻ ജീവനോടെ ഉണ്ടായിരുന്നു. ഇനി ഒരു കാര്യം മാത്രം ബാക്കി. എലഫൻ്റ് ഐലൻഡിൽ 22 മനുഷ്യർ കാത്തിരിക്കുന്നു. ഷാക്ലെറ്റോൺ അവരെ മറന്നില്ല. അവൻ വിശ്രമിക്കാൻ പോലും നിന്നില്ല. അവരെ രക്ഷിക്കണം. അങ്ങനെ അവർ വീണ്ടും കടലിലേക്ക് യാത്രയായി. ഷാക്ലെറ്റൺ പലതവണ ശ്രമിച്ചു. പക്ഷേ കടലിലെ മഞ്ഞും കാലാവസ്ഥയും തടസ്സമായി. രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ പരാജയപ്പെട്ടു. എലഫൻ്റ് ഐലൻഡിൽ കാത്തിരിക്കുന്നവർക്ക് ഓരോ ദിവസവും അനന്തമായി തോന്നി. അവർക്കറിയില്ല ഷാക്ലെറ്റൺ ഇപ്പോഴും അവരെ തേടിക്കൊണ്ടിരിക്കുകയാണെന്ന്. അവസാനം ചിലിയൻ സർക്കാർ സഹായിച്ചു. ഒരു ചെറിയ ടഗ് ബോട്ട് ലഭിച്ചു. പേര് യെൽക്കോ. ഷാക്ലെറ്റൺ വീണ്ടും കടലിലേക്ക് പുറപ്പെട്ടു. ലക്ഷ്യം എലഫൻ്റ് ഐലൻഡ് മാത്രം. അങ്ങനെ 1916 ഓഗസ്റ്റ് 30 യെൽക്കോ എലഫൻ്റ് ഐലൻഡിൻ്റെ സമീപത്തെത്തി. ഷാക്ലെറ്റൺ ദൂരത്തേക്ക് നോക്കി. ദ്വീപിൽ ചെറിയ മനുഷ്യരൂപങ്ങൾ. അവൻ ചോദിച്ചു, എല്ലാവരും സുഖമാണോ? മറുപടി വന്നു,
എല്ലാവരും സുഖമാണ്. അത് കേട്ടപ്പോൾ ഷാക്ലട്ടണിൻ്റെ കണ്ണുകളിൽ ആശ്വാസം നിറഞ്ഞു. ഏകദേശം 2 വർഷം മുമ്പ് 28 മനുഷ്യർ പുറപ്പെട്ട യാത്ര ഇപ്പോൾ അവസാനിക്കുകയായിരുന്നു. ഒരാൾ പോലും മരിച്ചില്ല. 28 പേരും ജീവനോടെ മടങ്ങി. അവരുടെ യഥാർത്ഥ ലക്ഷ്യം അന്റാർട്ടിക് കോണ്ടിനെന്റ് കടക്കുക. എന്നാൽ അത് പരാജയപ്പെട്ടു. പക്ഷേ അവർ നേടിയ വിജയം അതിനേക്കാൾ വലുതായിരുന്നു. മരണത്തിൻ്റെ വാതിൽക്കൽ നിന്ന് 28 മനുഷ്യരെ തിരികെ കൊണ്ടുവരിക. ഷാക്ലട്ടണിൻ്റെ എക്സ്പെഡീഷൻ ഭൂഖണ്ഡം കടന്നില്ല. അവരുടെ കപ്പൽ നഷ്ടപ്പെട്ടു. അവരുടെ പദ്ധതികൾ പരാജയപ്പെട്ടു. പക്ഷേ അവർ കീഴടങ്ങിയില്ല. എൻഡ്യൂറൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ പുതിയൊരു ലക്ഷ്യം കണ്ടെത്തി. അതായിരുന്നു ജീവനോടെ വീട്ടിലേക്ക് മടങ്ങുക. 1914 പുറപ്പെട്ട അവർ വർഷങ്ങളോളം നീണ്ട ദുരിതങ്ങൾക്ക് ശേഷം രക്ഷപ്പെട്ടു. അവരുടെ കഥ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സർവൈവൽ സ്റ്റോറീസിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ബ്രിട്ടീഷ് അന്റാർട്ടിക് സർവേ പോലും എൻഡ്യൂറൻസ് എക്സ്പെഡീഷനെ എക്സ്പ്ലോറേഷൻ ഹിസ്റ്ററിയിലെ ഏറ്റവും മഹത്തായ സർവൈവൽ സ്റ്റോറീസിലൊന്നായി വിശേഷിപ്പിക്കുന്നു. അതിലും അത്ഭുതകരമായ കാര്യം, കപ്പൽ 1915 മുങ്ങിയെങ്കിലും കഥ അവിടെ അവസാനിച്ചില്ല. 2022 എൻഡ്യൂറൻസിന്റെ അവശിഷ്ടങ്ങൾ വെഡൽ സീയുടെ അടിത്തട്ടിൽ കണ്ടെത്തി. അതിശയകരമായി ഏകദേശം 1 നൂറ്റാണ്ട് കടലിനടിയിൽ കിടന്നിട്ടും കപ്പൽ വളരെ നല്ല നിലയിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷേ എൻഡ്യൂറൻസ് എന്ന പേര് ഒരു കപ്പലിൻ്റെ പേര് മാത്രമല്ല, അതൊരു മനുഷ്യൻ്റെ തീരുമാനത്തിൻ്റെ പേരാണ്. എല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഇനി എന്തു ചെയ്യാം എന്ന ചോദ്യത്തിന് നമ്മുടെ ആളുകളെ വീട്ടിലെത്തിക്കണം എന്ന മറുപടി നൽകിയ മനുഷ്യൻ്റെ പേര് ഏർണസ്റ്റ് ഷാക്ലട്ടൺ. അവൻ്റെ കപ്പലിൻ്റെ പേര് എൻഡ്യൂറൻസ്. എൻഡ്യൂറൻസ് എന്നത് ഒരു കപ്പലിൻ്റെ കഥയല്ല, മനുഷ്യൻ തകർന്നു പോകുമെന്ന് തോന്നുന്ന നിമിഷത്തിലും മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തെളിയിച്ച 28 മനുഷ്യരുടെ കഥയാണ്.